കൗൺസിലിംഗ് കോർണറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളുടെ ചോദ്യങ്ങളെ മനഃശാസ്ത്രപരമായി ഉത്തരം നൽകുന്നതിനായി ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഫാദർ ജോസ് തച്ചിൽ SJ ആണ്. അച്ഛ, ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തത് സ്നേഹത്തെ മനസ്സിലാക്കാൻ പറ്റാതിരുന്ന ഒരു വീട്ടമ്മയുടെ കത്തായിരുന്നു. അത് നമ്മൾ ചർച്ച ചെയ്തതുമാണ്. അപ്പോൾ അതുമായി സാമ്യമുള്ളതായാണ് ഈ കത്തെന്ന് എനിക്ക് തോന്നുന്നു. കത്ത് കോട്ടയത്ത് നിന്ന് ഒരു സ്ത്രീ എഴുതുന്നതാണ്. അവർ ഇപ്രകാരമാണ് പറയുന്നത്: ഞാൻ അനേകം സൗഹൃദങ്ങളെ ഇഷ്ടപ്പെടുന്നതും അതുകൂടാതെ ഞാൻ ജോലി ചെയ്തിരുന്നതും ഒരു മാർക്കറ്റിംഗ് ഫീൽഡിലായിരുന്നു. എൻ്റെ ഭർത്താവാണെങ്കിൽ ഒതുങ്ങിയും ഉൾവലിഞ്ഞും ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്നേഹം അദ്ദേഹം പ്രകടിപ്പിക്കാറുമില്ല. അവരെ അലട്ടുന്നതും ഇത് തന്നെയാണ്. ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്, ദൈവം യോജിപ്പിച്ചത് എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ ക്യാരക്ടറുമായി സാമ്യതയില്ലാത്ത ഒരാളാണ് അദ്ദേഹം. എന്നെ അംഗീകരിക്കാത്തതും പരിഗണിക്കാത്തതുമായ ഒരാളുടെ കൂടെ ജീവിതം തള്ളി നീക്കുന്നത് ഒരു തടവറ തുല്യമല്ലേ എന്നും ചോദിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും എനിക്കതിന് കഴിയാറില്ല. പക്ഷേ അദ്ദേഹം ഒത്തിരി നന്മയുള്ള ഒരു വ്യക്തിയാണ് എന്നതും എന്നെ ചിന്തിപ്പിക്കുന്നു. അപ്പോൾ ഒരുപാട് സംശയത്തോടെയാണ്, അല്ലെങ്കിൽ കുറേ ഡൗട്ടുകളുണ്ട് ഈ ഒരു വീട്ടമ്മയ്ക്ക്. അപ്പോൾ എങ്ങനെയാണ് അച്ഛൻ ഈ കത്തിനെ വിശകലനം ചെയ്യുന്നത്? റിയ, ആ കത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. ഈ സഹോദരിയുടെ പ്രശ്നം ഭർത്താവിനെ സ്നേഹിക്കാൻ ശ്രമിക്കലല്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കലാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരിക്കലും ആ ബന്ധം മുന്നോട്ട് പോകില്ല. അതേസമയം ഈ വ്യക്തി എന്നിൽ നിന്ന് വ്യത്യസ്തനാണെന്നും ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ പ്രകൃതം, ഈ കുടുംബിനിയുടെ പ്രകൃതം ധാരാളം സ്നേഹം കാണിക്കുകയും അത് ആഘോഷിക്കുകയും അത് പ്രകടിപ്പിക്കുകയും അങ്ങനെ ഒരു ആഹ്ലാദത്തിൻ്റെയും ഒക്കെ അന്തരീക്ഷത്തിൽ ജീവിക്കുകയൊക്കെ ചെയ്യലാവാം. പക്ഷേ ഇദ്ദേഹം ഒതുങ്ങിയ ആളാണ് എന്ന് ഈ ഭാര്യ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം വ്യത്യസ്തനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. സ്നേഹമുണ്ട് എന്ന് വീണ്ടും പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ സ്നേഹം കാണിക്കുന്നില്ല എന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് സ്നേഹമില്ല എന്നർത്ഥമില്ല. രണ്ടാമത്തേത്, ഇദ്ദേഹത്തെ ഇദ്ദേഹമായിരിക്കുന്ന അവസ്ഥയിൽ പരിപൂർണമായി സ്നേഹിക്കാനും സ്വീകരിക്കാനും അങ്ങനെ ഒരുമയിൽ സന്തോഷിക്കാനുമാണ് വിവാഹമെന്ന ആ ഒരു വലിയ നിയോഗം നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. വ്യത്യസ്തത സ്വാഭാവികമാണ്. എന്നിൽ നിന്ന് വ്യത്യസ്തമാണ് റിയയിൽ നിന്ന് വ്യത്യസ്തമാണ് വേറൊരാൾ. നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്. പക്ഷേ വ്യത്യസ്തത മറ്റേയാളെ അകറ്റി നിർത്താനോ സ്വീകരിക്കാതിരിക്കാനോ ഉള്ള കാരണമല്ല. യഥാർത്ഥത്തിൽ വിവാഹത്തിൽ നടക്കുന്നത് എന്താണ്? എന്നിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ അനുഭവങ്ങളുള്ള, രീതികളുള്ള, പ്രകൃതങ്ങളുള്ള, ചരിത്രങ്ങളുള്ള ഒരാളെ എൻ്റെ സ്വന്തമായിട്ട് സ്വീകരിക്കുകയും ആ സ്നേഹത്തിൻ്റെ തീവ്രതയിൽ അദ്ദേഹത്തെ നോക്കിക്കാണുകയും ആ നോട്ടത്തിൽ സ്നേഹം നിറയ്ക്കുകയും ചെയ്യലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ യേശു തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് സ്വീകാര്യമായവരെയും നമുക്കിഷ്ടമുള്ളവരെയും ക്ഷണിച്ചു വരുത്തി വിരുന്നൂട്ടിയാൽ അതിൽ മഹത്വമില്ല. എല്ലാ ജാതിക്കാരും ചെയ്യുന്ന ആളുകൾ, പുറം ജാതിക്കാർ അത് ചെയ്യുന്നു. നമ്മൾ ക്രിസ്തുവിൻ്റെ ശിഷ്യരാകുന്നത് മറ്റേയാളെ അയാളായിരിക്കുന്ന രീതിയിൽ സ്നേഹിക്കുകയും അയാളായിരിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് മൂല്യമുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ്. നമ്മിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജീവിക്കുന്നത് കൊണ്ട്, ഒരു പ്രകൃതമുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് മൂല്യമില്ല എന്നർത്ഥമില്ല. അപ്പോൾ പൂർണ്ണമായിട്ട് സ്വീകരിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ്, ആ വ്യക്തിത്വത്തിൻ്റെ മൂല്യവും നന്മയും സ്നേഹവും തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ റിയ ഈ കത്ത് വായിച്ചപ്പോഴും ഞാൻ ഓർത്തത് നമ്മുടെ മാതാപിതാക്കളെ പറ്റിയാണ്, പഴയ തലമുറയെ പറ്റിയാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര കുടുംബങ്ങൾ നിലനിൽക്കുമായിരുന്നു? എത്രയോ വ്യത്യസ്തരായ ആളുകളാണ് പരസ്പരം വിവാഹം കഴിച്ച് ജീവിതകാലം മുഴുവനും മക്കളെ പോറ്റി വളർത്തി ജീവിച്ച് മരിച്ചു പോയത്. അവർ പരസ്പരം സ്നേഹിച്ചത് അവർക്ക് അനുകൂലമായതുകൊണ്ടല്ല. പലപ്പോഴും അനുകൂലമല്ല, സ്നേഹം കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, സ്നേഹത്തിന് വിരുദ്ധമായി ജീവിച്ച അനുഭവങ്ങൾ ധാരാളം. എന്നിട്ടും നിരന്തരം പത്സിക്കപ്പെട്ടിട്ടും നിരന്തരം
ശിക്ഷ ഏൽക്കേണ്ടി വന്നിട്ടും ദേഹോപദ്രവം ഏൽപ്പിക്കേണ്ടി വന്നിട്ടും അദ്ദേഹത്തെ കാത്തു നോക്കുന്ന ഭാര്യമാരാണ് നമ്മുടെ പഴയ തലമുറയിലുള്ളത്. ചില അമ്മച്ചിമാർ പറയുന്നതും കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ കാലത്ത് ഭർത്താക്കന്മാരുടെ മുമ്പിൽ പോയി നിൽക്കാൻ തന്നെ ഞങ്ങൾക്ക് പേടിയുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ പ്രകൃതമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ മാറ്റങ്ങളുണ്ട്. പക്ഷേ ആ മൂല്യങ്ങൾ പ്രധാനമാണ്. എന്നിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള ഒരാൾ ആയതുകൊണ്ട് വിവാഹത്തിന് അർത്ഥമില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. അദ്ദേഹം പറയുന്ന അതിൽ ഇത് നിത്യമാണ് എന്ന് വിവാഹത്തിൽ പറയുന്നുണ്ടെങ്കിലും എന്ന് പറയുന്നു. ക്രൈസ്തവ വിവാഹത്തിൻ്റെ മൂല്യവും പരിപാവനതയും അതാണ്. നമുക്കറിയാമല്ലോ, നമ്മളെ ആളുകൾ സ്നേഹിക്കുന്നത് നമ്മളവരെ പോലെ ആയതുകൊണ്ട് മാത്രമല്ല. നമ്മളെത്രയോ വ്യത്യസ്തരാണ്, നമ്മളെത്രയോ തെറ്റുകാരാണ്. ഞാനും റിയയും നമ്മളൊക്കെ തെറ്റ് ചെയ്തിട്ടും നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ സ്നേഹിക്കുന്നത് ആ സ്നേഹത്തിൻ്റെ മൂല്യത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കാണുന്നത് കൊണ്ടാണ്. ഈ ഒരു തിരിച്ചറിവ് പരമപ്രധാനമാണ് നമ്മുടെ ജീവിതത്തിൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വ്യത്യസ്തത അംഗീകരിക്കുമ്പോഴാണ് നമ്മൾ ദൈവികരായി മാറുന്നത്. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മളെ തന്നെ കൊടുക്കുമ്പോഴല്ല. ഇത് കുടുംബത്തിൽ മാത്രമല്ലല്ലോ, സൗഹൃദങ്ങളിലും മറ്റു ബന്ധങ്ങളിലും ഇത് പ്രധാനമാണ്. നമ്മിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ട് അകറ്റി നിർത്താനും മാറ്റി നിർത്താനും ശ്രമിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ബന്ധങ്ങളിൽ കാട് കയറും. നമ്മുടെ ഊഷ്മളത നമുക്ക് നഷ്ടപ്പെടും. സ്നേഹത്തിൻ്റെ നമ്മൾ ചിലരെ കാണുമ്പോൾ നമ്മൾ വിചാരിച്ച് ഇവരെന്ത് കണ്ടിട്ടാണ് പരസ്പരം കല്യാണം കഴിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ അവരുടെ സ്നേഹത്തിൻ്റെ ആ തീവ്രത കാണുമ്പോൾ ഇതൊന്നുമല്ല പ്രധാനം. ഒരു പക്ഷേ ശാരീരികമായിട്ട് ഒരിക്കലും യോജിക്കാത്തവർ, ലുക്ക് എന്ന് നമ്മൾ സാധാരണ പറയുന്ന കാര്യങ്ങൾ യോജിക്കാത്തവർ വളരെ സ്നേഹത്തോടെ ഒരുമിച്ച് നടക്കുന്ന കാണുമ്പോൾ എവിടെയോ നമ്മുടെ മനസ്സിൽ ഒരു കല്ലുകടിയുണ്ടാവും. പക്ഷേ അവരുടെ സ്നേഹം അതിനേക്കാളൊക്കെ ദിവ്യമാണ്, പരിമിതികളില്ലാത്തതാണ്. അവരുടെ ബന്ധങ്ങളുടെ അടിസ്ഥാനം തന്നെ ഈ സ്നേഹമാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇവർ മറ്റേയാളെ നോക്കുന്നത്. നമ്മൾ മറ്റേയാളുടെ സ്വഭാവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇയാളെ സ്നേഹിക്കാനോ സ്നേഹിക്കാതിരിക്കാനോ ശ്രമിക്കുന്നത്. ഇതാണ് ഈ സഹോദരിയുടെ പ്രശ്നം. സഭ നമ്മളോട് പറയുന്നത് എന്താണ്? ദൈവം നിനക്ക് തന്ന ദാനമാണ് നിൻ്റെ ഭർത്താവ്, ജീവിത പങ്കാളി. അത് ദൈവികമായൊരു വിളിയാണ്. ദൈവം നമ്മെ അറിയാതെയും മറ്റേയാളെ അറിയാതെയും നമുക്ക് തന്ന ഒരു കാര്യമല്ലല്ലോ. ദൈവത്തിന് നമ്മെ അറിയാം, മറ്റേയാളെ അറിയാം. എന്നിട്ടും ദൈവം ഇദ്ദേഹത്തെ എൻ്റെ പങ്കാളിയായി സമ്മാനമായി നൽകിയിട്ടുണ്ടെങ്കിൽ ദൈവം അറിഞ്ഞു തന്നൊരു സമ്മാനമാണ്. ആ സമ്മാനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാനും തീവ്രമായിട്ട് സ്നേഹിക്കാനും ആ സ്നേഹത്തിൽ കൂടുതൽ വളരാനും, അങ്ങനെ വളരുമ്പോൾ ഈ ഒന്നുമല്ലാതെ ആയിത്തീരും എന്ന ദൈവികമായ ഒരു ധാരണയിൽ എത്തിച്ചേരാനും നമുക്ക് പറ്റും. അപ്പം ശരിക്ക് നമ്മൾ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോഴാണ് എൻ്റെ പ്രകൃതത്തിന് യോജിച്ചതല്ല. ഇത് മറ്റിടങ്ങളിലും സംഭവിക്കാറുണ്ട്. പട്ടണത്തിൽ നിന്ന് വരുന്ന പങ്കാളിയും ഒരു ഗ്രാമത്തിൽ ജീവിച്ച് വളർന്ന പങ്കാളിയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഇന്ന് കുടുംബ കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ പലപ്പോഴും വരുന്ന ഒരു പ്രശ്നം ഇതാണ്. ഈ വ്യതിരിക്തത പരസ്പര അന്യതാബോധത്തിന് ഇടം കൊടുക്കുന്ന ഒരവസ്ഥ. പിന്നെ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് സ്നേഹമില്ല എന്നർത്ഥമില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ചർച്ച മുൻപോട്ട് പോകുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വന്നത് എൻ്റെ ഒരു സുഹൃത്ത് കുറച്ച് കാലം മുമ്പ് എന്നോട് സംസാരിച്ചതാണ്. എൻ്റെ ആ സുഹൃത്ത്, അവൾ വിവാഹിതയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ സ്നേഹപ്രകടനങ്ങളും അംഗീകാരങ്ങളും നമ്മൾ ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും അവളുടെ ജീവിതത്തിലും ഒരുപാടുണ്ട്. അപ്പോൾ അവളത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, ഇങ്ങനെ കുടുംബജീവിതത്തിൽ നീ തന്നെ പറഞ്ഞു നമ്മുടെ ജീവിത പങ്കാളിയെ അഡ്ജസ്റ്റ് ചെയ്യണം, അവരുടെ കുറവുകളെല്ലാം നമ്മൾ സഹിക്കണം, എന്നാലേ ജീവിതത്തിനൊരു ഉയർച്ചകൾ ഉണ്ടാകൂ എന്നൊക്കെ. അപ്പോൾ അവൾ എന്നോട് ചോദിച്ച കാര്യമാണ് അച്ഛത്. അപ്പോൾ ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റ് അതൊരു അഭിനയത്തിലേക്ക് വഴി മാറുകയാണോ? നമ്മുടെ കുടുംബജീവിതം ഒരു അഭിനയമായി മാറുകയാണോ എന്നത്. നേരത്തെ റിയ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സ്നേഹം പ്രകടിപ്പിക്കലാണ് എന്ന്. എപ്പോഴാണ് ഒരു കാര്യം അഭിനയമായിട്ട് മാറുന്നത്? സത്യമൊട്ടുമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുമ്പോഴാണ്. അതായത് അതിന് അടിസ്ഥാനമൊന്നുമില്ല. ഈ കാട്ടുന്നതിന് വേണ്ടി പ്രകടനമായിട്ട് നമ്മുടെ ജീവിതം മാറുമ്പോഴാണ് അത് അഭിനയമായിട്ട് മാറുക. നമ്മളിവിടെ പറയാൻ ശ്രമിക്കുന്നത് ഈവൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ആരോഗ്യകരമല്ലെങ്കിൽ പോലും ഈ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇയാളിൽ ചില നന്മകൾ ഞാൻ കാണുന്നത് കൊണ്ടാണ്. എനിക്ക് വിയോജിപ്പുകളുണ്ടെങ്കിലും ഇയാൾ എനിക്ക് പ്രധാനമാണ്
ഈ ബന്ധം എനിക്ക് പ്രധാനമാണ് എന്ന് തോന്നുന്നത് കൊണ്ടാണ്. പക്ഷെ അത് ശാശ്വതമല്ല. നമ്മളിവിടെ പറയുന്നത് ശാശ്വതമായിട്ട് റിയലായിട്ട് യഥാർത്ഥത്തിൽ മറ്റേയാളെ സ്നേഹിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിന് മാനുഷികമായ കാരണങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാനുഷികമായിട്ട് ചിന്തിച്ചാൽ എന്നിൽ നിന്ന് വ്യത്യസ്തനായ ഒരാളാണ്. പക്ഷേ എനിക്ക് ദൈവം തന്നൊരു സമ്മാനമാണ്. ഇയാൾ എങ്ങനെയായിക്കോട്ടെ, ഇയാൾ എനിക്ക് ദൈവം തന്ന ഒരു സമ്മാനമാണ്. എൻ്റെ ജീവിതത്തിൽ ഇദ്ദേഹത്തിന് ഒരു റോളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ ഗുണകരമായിട്ട് ഇദ്ദേഹം ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഞാൻ സ്നേഹിക്കുന്നു. അപ്പോൾ സ്നേഹമില്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ മാത്രം ചെയ്യുന്നതാണ് അഭിനയം. പക്ഷേ ഇവിടെ സ്നേഹത്തെ പറ്റിയാണ് നമ്മൾ പറയുക, പരസ്പരമുള്ള കരുതലിനെ പറ്റിയാണ്. അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ടാവില്ല, പക്ഷെ അതിൻ്റെ പരിശ്രമത്തിലാണ്, അതിൻ്റെ യാത്രയിലാണ്, അതിൻ്റെ പരിപൂർണതയിലേക്കുള്ള അന്വേഷണത്തിലാണ്. ആ അർത്ഥത്തിൽ ഇത് അഭിനയമല്ല. നമ്മൾ അഭിനയത്തിൽ വികാരമില്ലല്ലോ. ഇത് ചില കാര്യങ്ങളിലെങ്കിലും എനിക്ക് ഇദ്ദേഹത്തോട് സമരസപ്പെടാൻ സാധിക്കുന്നുണ്ട്. അതാണ് പരമപ്രധാനമായിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് നോട്ട് ഒറ്റ നോട്ടത്തിൽ നമ്മളെല്ലാവരും പറഞ്ഞു വയ്ക്കുന്ന കാര്യമാണ് ഇത് അഭിനയമല്ലേ, അതുകൊണ്ട് നമുക്കിത് വേണ്ടെന്ന് വെച്ചുകൂടെ. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് സോ. ഇപ്പം നമ്മൾ നാടകത്തിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുന്നത് അതിനകത്ത് ആ ബന്ധമില്ല അല്ലേ. പക്ഷേ ജീവിതത്തിൽ ആ ബന്ധമുണ്ട്. കുറേയേറെ കാര്യങ്ങളിൽ പങ്കാളികളാണ്. മറ്റ് നമ്മുടെ വൈകാരികമായ ജീവിതത്തിലും മനഃശാസ്ത്രപരമായ നമ്മുടെ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിലൊക്കെ ഇദ്ദേഹത്തിന് ഒരു കാര്യമുണ്ട് എന്ന് ഓർക്കുക. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ഐ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, ഐ അണ്ടർസ്റ്റാൻഡ് യു. യഥാർത്ഥത്തിൽ വിവാഹത്തിൽ പറയേണ്ടത് എനിക്ക് നിന്നെ മനസ്സിലാകുന്നുണ്ട് എന്നല്ല, ഐ ഫീൽ യു എന്നാണ്. മനസ്സിലാക്കൽ ഒരു പരിധിവരെ പരിമിതമാണ്. ഒരുപക്ഷെ മറ്റേയാളുടെ അഭിപ്രായമാകാം, മനസ്സാവാം, അയാളുടെ ചിന്തയാവാം, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളാവാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാണ് ഞാൻ പറയാം. ഇല്ല, വെൻ ഐ സേ ഐ ഫീൽ യു, ഇറ്റ് ഈസ് എ ടോട്ടൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇദ്ദേഹം എന്ന വ്യക്തിത്വത്തെ എനിക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുമ്പോൾ അത് ഒരു വലിയ ഒരു ആത്മബന്ധത്തിൻ്റെ തുടക്കമായിട്ട് മാറും, അല്ലെങ്കിൽ അതിൻ്റെ ആഘോഷമായിട്ട് മാറും. സോ വിവാഹത്തിൽ പരസ്പരം മനസ്സിലാക്കണം എന്നല്ല പറയേണ്ടത്, പരസ്പരം ഫീൽ ചെയ്യണം എന്നാണ് അല്ലേ. ബൈബിളും പറയുന്നത് അതാണ്. അറിയുക എന്ന വാക്കിനർത്ഥം പരസ്പരം ഒന്നായിത്തീരുക എന്നുള്ളതാണ്. അപ്പോൾ വി ഷുഡ് ബി ഏബിൾ ടു ഫീൽ ദി അതർ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഒരാളെ തീവ്രമായിട്ട് പരിപൂർണമായിട്ട് അയാളായിരിക്കുന്ന രീതിയിൽ സ്വീകരിച്ചാൽ പിന്നെ അയാളെ തിരുത്തൽ പ്രധാനമല്ല. അയാൾ മാറിയിട്ടല്ല ഞാൻ അയാളെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നത്, അയാളായിരിക്കെ തന്നെ എനിക്ക് അയാളെ സ്നേഹിക്കാൻ പറ്റും. അപ്പോൾ അവിടെ ശാസനയ്ക്കോ തിരുത്തലിനോ അമിത പ്രാധാന്യം ഉണ്ടാവില്ല. ചില കാര്യങ്ങളിൽ നമ്മൾ പരസ്പരം തിരുത്തേണ്ട ആൾക്കാരാണ് സ്നേഹത്തിൽ. കാരണം രണ്ടുപേരുടെയും കുടുംബത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി തിരുത്തേണ്ടിടത്ത് പരസ്പരം വളരെ സ്നേഹപൂർവ്വം തിരുത്തണം. എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ മട്ടിൽ ജീവിക്കാൻ വേണ്ടി തിരുത്തലല്ല. സാധാരണ പറയാറുണ്ട്, ദൈവം നമ്മെ സ്വന്തം ഛായയിൽ സൃഷ്ടിച്ചു, നമ്മളുടെ ശ്രമം മുഴുവനും മറ്റുള്ളവരെ നമ്മുടെ ഛായയിൽ സൃഷ്ടിക്കാനാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാരാണ്? ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം നടത്തുന്ന ആളാണ്. നമ്മൾ പലപ്പോഴും ചില അപ്പച്ചന്മാർ പറയാറില്ലേ, ഇന്ന മകനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യഥാർത്ഥത്തിൽ ആ ഇഷ്ടം മകനോടുള്ള ഇഷ്ടമല്ല, എൻ്റെ ചൊല്ലുവിളിക്ക് നിൽക്കുന്ന എൻ്റെ മകനോടുള്ള ഇഷ്ടമാണ്. അപ്പോൾ ആ ഇഷ്ടം യഥാർത്ഥത്തിൽ മകനോടുള്ള വ്യക്തിയോടുള്ള ഇഷ്ടമല്ല, മറിച്ച് എന്നോട് തന്നെയുള്ള ഇഷ്ടത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. അപ്പന്മാർ കൂട്ടിച്ചേർക്കാറുമുണ്ട്, ഞാൻ എന്ത് പറഞ്ഞാലും അവൻ കേട്ടോളും, അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ വലിയ ഇഷ്ടമാണ്. അത് ഒരു എക്സ്റ്റൻഷനാണ്. അങ്ങനെ സ്നേഹിക്കുന്നതല്ല സ്നേഹിക്കുന്നത്. എൻ്റെ മകൻ വ്യത്യസ്തനായിരിക്കുമ്പോഴും അവൻ്റെ വ്യക്തിത്വം ഉള്ളപ്പോഴും ഒരു പക്ഷേ എനിക്കിഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴും തിരുത്തില്ല എന്നല്ല പറയുക. ശാസിക്കേണ്ടടുത്ത് ശാസിക്കണം, പക്ഷേ ഹൃദയത്തിൽ നിന്ന് നമ്മൾ വിട്ടുകളയരുത് എന്ന് നമ്മൾ പറയാറില്ലേ. അപ്പോൾ പൂർണ്ണമായ സ്വീകാര്യത എന്ന് പറയുന്നത് ഒരു സമഗ്രമായ അനുഭവമാണ്. അതുകൊണ്ടാണ് വിവാഹത്തിൽ രണ്ട് കാര്യങ്ങൾ പറയും. എന്നേക്കുമായിട്ടാണ്, ഇത്ര കാലത്തേക്ക് എന്നല്ലല്ലോ. രണ്ടാമത്തത് പരിപൂർണമായിട്ടാണ്. അതിൻ്റെ ഏറ്റവും മനോഹരമായ പ്രയോഗം, ഇന്നു മുതൽ മാതാപിതാക്കളെ വിട്ട് നീ മറ്റേയാളുടേതായി തീരുകയാണ്. അതായത് ഏറ്റവും ആത്മബന്ധത്തിൻ്റെ തീവ്രതയാണല്ലോ മാതാപിതാക്കളോട്, അതുപോലും വിട്ടിട്ട് അത് അന്നു മുതൽ സെക്കൻഡറി ആവുക.
നമ്മുടെ കുടുംബങ്ങളുടെ മറ്റൊരു പ്രശ്നം ഈ ഒരു തിരിച്ചറിവില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം വിട്ടിട്ട് മറ്റേയാളുടെ ഭാഗമാവുമ്പോൾ എന്തൊരു തീവ്രമായ ഒന്നായിത്തീരലാണ്. അതിനെപ്പറ്റിയാണ് ദൈവം പറയുന്നത്, അതിനെപ്പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൻ്റെ സാഫല്യം എന്താണ്? നമ്മൾ കുറേ കാര്യങ്ങൾ നേടിക്കൂട്ടുമ്പോഴല്ല, മറിച്ച് നാം മറ്റുള്ളവരുടെ മുമ്പിൽ നന്മയുള്ള ആളായിട്ട് അറിയപ്പെടുമ്പോഴാണ് നമുക്ക് ഏറ്റവും സന്തോഷം തോന്നിയപ്പോഴാണ്. നമ്മൾ കുറേ കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു സാധനം വാങ്ങിച്ചപ്പോൾ കുറച്ച് നേരത്തേക്ക് സന്തോഷം തോന്നിക്കാണാം. പക്ഷെ ഒരാൾ നമ്മെപ്പറ്റി നല്ല വാക്ക് പറയുമ്പോഴോ, നമ്മളെ ആഘോഷിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഇപ്പോൾ റിയയുടെ ഒരു നല്ല കാര്യത്തെപ്പറ്റി ആരോടെങ്കിലും നമ്മൾ കേൾക്കാതെ, അല്ലേ, മാതാപിതാക്കൾ പലപ്പോഴും നമ്മൾ കേൾക്കാൻ നമ്മെപ്പറ്റി നല്ലതൊന്നും പറയില്ലല്ലോ. നമ്മൾ കേൾക്കാതെ നമ്മെപ്പറ്റി നല്ലത് പറയാൻ നമ്മൾ കേൾക്കാനിടയായാൽ അവരോട് തോന്നുന്ന സ്നേഹത്തിൻ്റെ തീവ്രത ഒന്ന് ആലോചിച്ച് ഒരുപാട് വലുതാണ്. കാരണം നമ്മോട് നേരിട്ട് പറഞ്ഞാൽ നമുക്ക് സംശയമുണ്ട്, ഇത് നമ്മൾ പ്രീതിപ്പെടുത്താനാണോ സുഖിപ്പിക്കാനാണോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാകും. പക്ഷെ നമ്മൾ അറിയാത്ത സാഹചര്യത്തിൽ നമ്മളോട് പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മോട് പറയുക, മോൻ്റെ അപ്പച്ചൻ മോനെ പറ്റി ഇങ്ങനെ പറഞ്ഞു, ഭയങ്കര നന്നായിട്ടാണ് പറഞ്ഞത് എന്ന് കേൾക്കുമ്പോൾ എന്തൊരു തീവ്രതയാണ്. അതാണ് ടോട്ടലായിട്ടുള്ള സ്വീകാര്യത. ഞാൻ എൻ്റെ അപ്പച്ചനിൽ നിന്ന് വ്യത്യസ്തനാണ്, അല്ലെങ്കിൽ അപ്പച്ചൻ ആഗ്രഹിച്ച പോലെ ഒന്നും ജീവിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ എങ്കിലും എൻ്റെ അപ്പച്ചൻ എൻ്റെ കാര്യമാണ്, സ്വന്തമാണ്. സ്വന്തം എന്ന വാക്കിൻ്റെ അർത്ഥം അതല്ലേ, മമത, എൻ്റേത് എന്ന ഫീലിംഗാണ്. ഞാൻ ഒരാളെ എൻ്റേത് എന്ന് നോക്കി തുടങ്ങുമ്പോൾ പിന്നെ അവിടെ വ്യത്യാസങ്ങളില്ല. മറ്റേയാളുടെ ജീവിതത്തിൻ്റെ നന്മയോ തിന്മയോ രൂപമോ പ്രകൃതമോ ഒന്നും ബാധിക്കില്ല. കാരണം ദിസ് ഈസ് മൈൻ. അമ്മയ്ക്ക് മക്കളോട് തോന്നുന്ന സ്നേഹത്തിൻ്റെ തീവ്രത അതല്ലേ, എൻ്റേതാണ്, എൻ്റെ ആത്മാവിൻ്റെയും എൻ്റെ ശരീരത്തിൻ്റെയും, അല്ലേ, നമ്മൾ പറയാറില്ലേ 10 മാസം നിന്നെ ചുമന്നതാണ്. ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും രുചി പറ്റി ജീവിച്ച മകനോടും മകളോടും തോന്നുന്ന അതേ സ്നേഹത്തിൻ്റെ തീവ്രതയാണ് മമത, എൻ്റേത് എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തിയോടും തോന്നേണ്ടത്. ഒരു അൺകണ്ടീഷണൽ ആയിരിക്കണം. ഇറ്റ് ഈസ് ടോട്ടലി അൺകണ്ടീഷണൽ. അപ്പോൾ അങ്ങനെ അൺകണ്ടീഷണൽ എന്ന് റിയ വളരെ ശരിയായിട്ട് പറഞ്ഞു. അങ്ങനെയുള്ള ആ സ്നേഹത്തിൽ നേരത്തെ പറഞ്ഞതൊന്നും ബാധകമല്ല. അപ്പോൾ സ്നേഹത്തിൻ്റെ തീവ്രതയിൽ മറ്റേയാളെ നോക്കി തുടങ്ങുക, സ്നേഹത്തിൻ്റെ തീവ്രതയിൽ മറ്റേയാളെ കണ്ടു തുടങ്ങുക. അപ്പോൾ എല്ലാം സ്വീകാര്യമാവും. ഇവിടെ തല തിരിച്ചാൽ എനിക്ക് ഇയാളെ സ്നേഹിക്കണമെങ്കിൽ ചില കാര്യങ്ങളിലെങ്കിലും ഒരു യോജിപ്പ് വേണം. അല്ല, ദൈവം പറഞ്ഞത് എന്താ? നിൻ്റെ കൺമുമ്പിൽ പുതിയ ഒരാളെ വെച്ചിട്ട് പറയുകയാണ്, ഇന്നു മുതൽ ഇവൻ നിൻ്റേതാണ്, ഇവൾ നിൻ്റേതാണ്. സ്നേഹിച്ചു തുടങ്ങുക. അതുപോലെയാണ് നമ്മുടെ ജീവിതം. നേരത്തെ പറഞ്ഞതുപോലെ, റിയ പറഞ്ഞതുപോലെ, കണ്ടീഷനില്ലാതെ എന്നെ ഒരാൾ സ്നേഹിക്കുമ്പോൾ എന്തൊരു നിറവാണ് നമുക്ക് ഫീൽ ചെയ്യുക. നമ്മൾ അയാൾക്ക് വേണ്ടി നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കില്ലേ? അപ്പോൾ ഈ സഹോദരിയുടെ പ്രശ്നം സ്നേഹമില്ലാത്തതാ, അല്ലെങ്കിൽ ആ സ്നേഹത്തിലേക്ക് സ്വയം സമർപ്പിക്കാത്തതാ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ കണ്ണിലൂടെ ചുറ്റുപാടുകളെയും വിവാഹത്തെയും നോക്കിക്കാണുമ്പോഴാണ്. അപ്പോൾ കൂടുതൽ ആധ്യാത്മികതയിലേക്ക് വളരണം, സമർപ്പിക്കണം. നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അത് നമ്മുടെ ഇഷ്ടത്തിന് ഇയാൾ വളരാൻ വേണ്ടിയിട്ടല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് യോഗ്യമായ രീതിയിൽ ഈ കുടുംബത്തെ വളർത്താനും ഈ വ്യക്തിയെ വളർത്താനുമാണ്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്, തമ്പുരാനെ ഇന്നതാണ് എനിക്ക് വേണ്ടത്, അതുകൊണ്ട് ഇയാളെ അങ്ങനെ ആക്കി തരണേ. അല്ല, ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ, ഇദ്ദേഹമായിരിക്കുന്ന രീതിയിൽ പൂർണ്ണമായും ഇദ്ദേഹത്തെ സ്വീകരിക്കാനും, അങ്ങനെ ഒരുപക്ഷെ നമ്മളങ്ങനെ അൺകണ്ടീഷണലായിട്ട് സ്വീകരിക്കുമ്പോൾ അസാമാന്യമായ ഒരു മാനസാന്തരം ആ വ്യക്തിക്ക് ഉണ്ടാവും. അങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ചിന്തയാവണം ശരി എന്നില്ലല്ലോ. ദൈവഹിതം അതാണെങ്കിൽ നമ്മുടെ ഈ സ്നേഹമായിരിക്കാം ഒരുപക്ഷെ ആ മാറ്റത്തിന് കാരണം. അങ്ങനെ തീവ്രമായി സ്നേഹിക്കാൻ, സ്നേഹത്തിൽ കാണാൻ, സ്നേഹത്തിൻ്റെ ആ പശ്ചാത്തലത്തിൽ ലോകത്തെ മുഴുവനും സ്വരൂപിക്കാൻ, പ്രത്യേകിച്ച് കുടുംബത്തെ ഭർത്താവിനെ സ്വീകരിക്കാൻ ആ സ്ത്രീക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാര്യ ഭർത്തൃ ജീവിതം എന്ന് വെച്ചാൽ കാപട്യം നിറഞ്ഞതോ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്യാനോ ഒന്നുമുള്ളതല്ല. അച്ഛൻ ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ സ്വീകാര്യത, എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ സ്വീകരിക്കുക. അതിരുകളില്ലാതെ അൺകണ്ടീഷണലായി അവരെ സ്വീകരിച്ച് സ്നേഹിക്കാൻ തുടങ്ങുക. കുടുംബജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. അച്ഛ, ഇന്നത്തെ ഈ ചർച്ചയിൽ ഞങ്ങൾക്കായി ഒരുപാട് പോയിന്റ്സ് പറഞ്ഞു തന്നതിന് നന്ദി. മറ്റൊരു പുതിയ എപ്പിസോഡുമായി കൗൺസിലിംഗ് കോർണർ വീണ്ടും എത്തുന്നതാണ്. അതുവരെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.